1643കളുടെ തുടക്കം. ഫ്രാൻസിൽ ലൂയി 14 ഭരണം തുടങ്ങി. രാഷ്ട്രമെന്നാൽ ഞാനാണ് എന്ന് വിശ്വസിച്ചിരുന്ന ലൂയി മുൻഗാമികളിൽ നിന്നോ ഇംഗ്ലണ്ടിലെ സംഭവങ്ങളിൽ നിന്നോ പാഠം പഠിക്കാൻ തയ്യാറായിരുന്നില്ല. വ്യക്തിസ്വാതന്ത്ര്യത്തെ അടിച്ചമർത്തിയും പാർലമെന്റിനെ അവഗണിച്ചും അദ്ദേഹം ഭരണം തുടങ്ങുന്ന കാലഘട്ടമായിരുന്നു ഇത്. ഡച്ചുകാരും ഇംഗ്ലീഷുകാരും ഇന്ത്യ ഉൾപ്പെടുന്ന കിഴക്കൻ ദേശങ്ങളിൽ നടത്തിയിരുന്ന വ്യാപാരങ്ങൾക്ക് ഭീഷണി ഉയർത്തിക്കൊണ്ട് യൂറോപ്പിൽ മറ്റൊരു വൻ ശക്തി പദ്ധതികൾ തയ്യാറാക്കുന്നുണ്ടായിരുന്നു. 1644 മുതൽ ഫ്രഞ്ചുകാർ ഇന്ത്യയുമായി വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ടു തുടങ്ങിയിരുന്നെങ്കിലും ഫ്രഞ്ച് സ്വേച്ഛാധിപത്യത്തിന്റെ അപ്പോസ്തലനായിരുന്ന ലൂയി 14 മന്ത്രിമാരിൽ പ്രമുഖനായിരുന്ന കോൾബെൽ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി തുടങ്ങിയതോടെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും അവർ കച്ചവട കേന്ദ്രങ്ങൾ ആരംഭിക്കാൻ ആഗ്രഹിച്ചു. ആരായിരുന്നു ലൂയി 14? ഫ്രാൻസിന്റെയും നവാരിന്റെയും രാജാവായിരുന്ന ലൂയി 14 1643 മുതൽ 1715 മരിക്കുന്നതുവരെ 72 വർഷക്കാലത്തോളം യൂറോപ്പിൽ ഏകാധിപതിയായി ഭരണം നടത്തി. യൂറോപ്പ് കണ്ട ഏകാധിപതികളിൽ ഏറ്റവും ദൈർഘ്യമേറിയ ഭരണകാലയളവായിരുന്നു ഇത്. അദ്ദേഹത്തിന് ശേഷം ലൂയി 15 1715 മുതൽ 1774 വരെ 59 വർഷക്കാലത്തോളം ഫ്രാൻസിൽ രാജാവായിരുന്നത്. ഇതിനുശേഷം ഫ്രഞ്ച് വിപ്ലവകാലത്ത് രാജവാഴ്ചയുടെ പതനത്തിന് മുമ്പ് ഫ്രാൻസിലെ അവസാനത്തെ രാജാവായിരുന്നത് ലൂയി 16 1774 മെയ് 10 തൻ്റെ മുത്തച്ഛൻ ലൂയി 15 മരണശേഷം 1792 രാജവാഴ്ച നിർത്തലാക്കുന്നതുവരെ അദ്ദേഹം ഫ്രാൻസിൻ്റെയും നവാരിൻ്റെയും രാജപദവി ഏറ്റെടുത്തു. ഫ്രഞ്ച് വിപ്ലവാനന്തരം നെപ്പോളിയന്റെ കൈകളിലേക്കാണ് ഫ്രാൻസിന്റെ അധികാരം എത്തിച്ചേർന്നത്. ലൂയി 14 കാലം തൊട്ട് 1954 ഇന്ത്യയിൽ നിന്നും ഫ്രാൻസുകാർ തങ്ങളുടെ സാമ്രാജ്യത്വ അധിനിവേശം ഉപേക്ഷിച്ചു പോകുന്നതുവരെയുള്ള ചരിത്രം പരിശോധിച്ചാൽ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഉത്ഭവത്തോടു കൂടിയാണ് ഈ അഗാധ ബന്ധത്തിന് തുടക്കം കുറിച്ചിരുന്നത് എന്ന് മനസ്സിലാക്കാവുന്നതാണ്. 1644 തന്നെ ഫ്രഞ്ചുകാർ ഇന്ത്യയിൽ വ്യാപാരം തുടങ്ങിയിരുന്നു എങ്കിലും അതൊരു സാമ്രാജ്യത്വ അധിനിവേശത്തിലേക്ക് നീങ്ങിയത് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രൂപീകരണത്തോടു കൂടിയാണ്. 1664 നിലവിൽ വന്ന ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആസ്ഥാനം പാരീസ് ആയിരുന്നു. അങ്ങനെ 1667 ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു പര്യവേഷണ സംഘത്തെ ഫ്രാങ്കോയിസ് കറോണിന്റെ നേതൃത്വത്തിൽ ഇന്ത്യയിലേക്ക് അയച്ചു. സംഘം 1668 സൂറത്തിൽ എത്തിച്ചേരുകയും അവിടെ ഇന്ത്യയിലെ ആദ്യത്തെ ഫ്രഞ്ച് ഫാക്ടറി സ്ഥാപിക്കുകയും ചെയ്തു. ശേഷം 1669 മസൂലി പട്ടണത്തിലും മറ്റൊരു ഫ്രഞ്ച് ഫാക്ടറി സ്ഥാപിക്കുകയുണ്ടായി. സൂറത്ത്, മസൂലി പട്ടണം എന്നിവ കൂടാതെ ചാന്ദ്രാനഗർ, പോണ്ടിച്ചേരി എന്നിവിടങ്ങളിലും ഫ്രഞ്ചുകാരുടെ പ്രധാനപ്പെട്ട ഫാക്ടറികൾ സ്ഥാപിച്ചിരുന്നു. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട താവളങ്ങളായിരുന്നു കേരളത്തിലെ മാഹി, തമിഴ്നാട്ടിലെ കാരക്കൽ, ആന്ധ്രാപ്രദേശിലെ യാനം, ബംഗാളിലെ ചാന്ദ്രാനഗർ എന്നിവ. ഇന്ത്യയിലെ തദ്ദേശീയരായ ഭരണാധികാരികളിൽ നിന്നും ഒപ്പം ബ്രിട്ടീഷ്, ഡച്ച് പോലുള്ള യൂറോപ്യൻ ശക്തികളിൽ നിന്നും വൻ എതിർപ്പുകൾ ഇക്കാലയളവിൽ നേരിടേണ്ടതായി വന്നെങ്കിലും ഒരു കച്ചവട സംഘത്തെ കെട്ടിപ്പടുക്കുന്നതിൽ അവർ വിജയം കണ്ടു. ഏകാധിപത്യത്തിന്റെ മൂർത്തിഭാവമായിരുന്ന ലൂയി 14 ഇംഗ്ലണ്ട് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് പേടി സ്വപ്നമായിരുന്നു. രാജ്യവിസ്തൃതിക്ക് കാത്തിരുന്ന ലൂയി 14 ഇക്കാലത്താണ് ബെൽജിയത്തിനുമേൽ അവകാശവാദം ഉന്നയിക്കുന്നത്. പരിഭ്രാന്തരായ ഡച്ചുകാർ ഇംഗ്ലണ്ടും സ്വീഡനുമായി ത്രികക്ഷി സഖ്യം ഉണ്ടാക്കി. യുദ്ധപ്രതീതി അവസാനിച്ചെങ്കിലും 1672 ഫ്രാൻസ് ഡച്ചുകാരെ ആക്രമിച്ചു. ആംസ്റ്റർഡാം ഒഴികെയുള്ള പ്രദേശങ്ങൾ കീഴടക്കി മുന്നേറിയ ഫ്രഞ്ച് സേനയെ ഓടിക്കാൻ ഇംഗ്ലണ്ടിന്റെ രാജാവായ വില്യം 3 തന്നെ രംഗത്തിറങ്ങി. ഇതിനിടയിൽ ഫ്രാൻസിന് എതിരെ ഡച്ചുകാർ ഇംഗ്ലണ്ട് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി വ്യാപാര ബന്ധം മെച്ചപ്പെടുത്താൻ തീരുമാനിച്ചു. ഇതേ സമയം 1673 ബീജാപൂരിലെ സുൽത്താന്റെ കീഴിലായിരുന്ന വലികൊണ്ടപുരത്തെ കിലാദരിയിൽ നിന്നും പോണ്ടിച്ചേരി പ്രദേശം കൈയടക്കുകയും പുതിയൊരു ആസ്ഥാനം കെട്ടിപ്പടുക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. ഇത് പോണ്ടിച്ചേരിയിൽ ഫ്രഞ്ച് അഡ്മിനിസ്ട്രേഷൻ ആരംഭിക്കുന്നതിലേക്കാണ് നയിച്ചത്. അങ്ങനെ പോണ്ടിച്ചേരിയിലെ ആദ്യത്തെ ഫ്രഞ്ച് ഗവർണറായി ഫ്രാങ്കോയിസ് മാർട്ടിൻ എത്തുകയുണ്ടായി. ഒരു ചെറിയ മീൻപിടുത്ത ഗ്രാമത്തിൽ നിന്നും പോണ്ടിച്ചേരിയെ ഒരു തുറമുഖ നഗരം ആക്കി മാറ്റാനുള്ള പദ്ധതികൾ അദ്ദേഹം ആരംഭിച്ചു. അതുകൊണ്ട് തന്നെ പോണ്ടിച്ചേരിയുടെ പിതാവ് എന്നാണ് ഫ്രാങ്കോയിസ് മാർട്ടിൻ അറിയപ്പെടുന്നത്. തുടർന്നങ്ങോട്ട് ഇന്ത്യയിലെ ഫ്രഞ്ചുകാരുടെ ആസ്ഥാനം പോണ്ടിച്ചേരിയായി മാറുകയായിരുന്നു.
പുതിയ നൂറ്റാണ്ടിലേക്ക് കാലെടുത്ത് വെച്ച ശേഷം 1715 ഫ്രഞ്ചുകാരുടെ അപ്പോസ്തലനായിരുന്ന ലൂയി 14 ചക്രവർത്തി ഈ ലോകത്തോട് വിട പറഞ്ഞിരുന്നു. ഇതേ സമയം തങ്ങളുടെ സാമ്രാജ്യം കേരളത്തിലേക്ക് വ്യാപിപ്പിക്കാൻ ശ്രമിച്ച ഫ്രഞ്ചുകാർക്ക് 1721 മാഹി ചരിത്രത്തിന് തുടക്കം കുറിക്കാൻ കഴിഞ്ഞു. ഫ്രഞ്ചുകാരുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട വ്യാപാര കേന്ദ്രം സ്ഥിതി ചെയ്തിരുന്നത് മാഹിയിലായിരുന്നു, അഥവാ മയ്യയിലായിരുന്നു. ബ്രിട്ടീഷുകാരുമായി കച്ചവടത്തിൽ മത്സരിക്കാൻ അവർക്ക് ഭദ്രമായ കേന്ദ്രം എന്ന നിലക്കാണ് മയ്യഴി തിരഞ്ഞെടുത്തത്. അതിനു മുമ്പ് അവർ തലശ്ശേരിയിലായിരുന്നു കേന്ദ്രീകരിച്ചിരുന്നത്. അക്കാലത്ത് മയ്യയുടെ അധിപൻ വടകര വാഴുന്നോർ ആയിരുന്നു. 17-ാം നൂറ്റാണ്ടുവരെ കോലത്തിരിയുടെ കോയ്മ അംഗീകരിച്ചിരുന്ന വടകര വാഴുന്നോരെ കടത്തനാട് രാജാവ് എന്നായിരുന്നു വിളിച്ചിരുന്നത്. ഫ്രഞ്ചുകാർ ആദ്യം 1670 തലശ്ശേരിയിൽ ഒരു കോട്ട കെട്ടുകയുണ്ടായി. അതിനു ചിറക്കൽ രാജാവും തലശ്ശേരി നാടുവാഴിയായിരുന്ന കുറുങ്ങോട്ട് നായരും പിന്തുണയ്ക്കുകയുണ്ടായി. എന്നാൽ തലശ്ശേരിയിലെ ഇംഗ്ലീഷുകാരുമായി മത്സരിക്കാൻ ഫ്രഞ്ചുകാർക്കായില്ല. തുടർന്നാണ് 1721 മയ്യയിൽ ഫ്രഞ്ചുകാർ എത്തുന്നത്. ശേഷം 1739 സെന്റ് ജോർജ് ഫോർട്ട് എന്ന പേരിൽ ഒരു കോട്ട ഇവിടെ കെട്ടി. അതിനുശേഷം പണിത കോട്ടയാണ് പോർട്ട് മാഹി. ഈ ഭീമാകാരമായ കോട്ട 1769 പൂർത്തീകരിച്ചത്. എന്നാൽ ഇംഗ്ലീഷുകാരുമായുള്ള യുദ്ധത്തിൽ ഈ കോട്ട നശിക്കുകയാണ് പിന്നീടുണ്ടായത്. വാഴുന്നോരുമായി വാണിജ്യ ഉടമ്പടി ഉണ്ടാക്കി ഫ്രഞ്ചുകാർ താമസിയാതെ മയ്യഴി പിടിക്കുകയായിരുന്നു. വാഴുന്നോർ ഉടമ്പടി തെറ്റിച്ചതായിരുന്നു കാരണം. അന്നത്തെ കരാർ അനുസരിച്ച് കടത്തനാട്ടിലെ കുരുമുളക് മുഴുവനും ഫ്രഞ്ച് കമ്പനിക്ക് വിൽക്കാൻ വാഴുന്നോർ ബാധ്യസ്ഥനായിരുന്നു. ഇത് ഇംഗ്ലീഷുകാർക്ക് രസിച്ചില്ല. അവർ വാഴുന്നോരുടെ അധികാര പരിധിയെക്കുറിച്ച് ആരോപണം ഉന്നയിച്ചു. ഫ്രഞ്ചുകാർക്ക് വിട്ടുകൊടുത്ത സ്ഥലം കോലത്തിരി രാജാവിൻ്റെതാണെന്നും അത് ഇംഗ്ലീഷുകാർക്ക് പണ്ട് കോലത്തിരി വിട്ടുകൊടുത്തതാണെന്നുമായിരുന്നു അവരുടെ അവകാശവാദം. ഇതിനെ കോലത്തിരി തുണയ്ക്കുകയും ചെയ്തു. ബ്രിട്ടീഷുകാർ വാഴുന്നോരെ പാട്ടിലാക്കി 1725 ഫെബ്രുവരി 17 പുതിയ ഒരു ഉടമ്പടിയിൽ ഒപ്പുവെച്ചു. എന്നാൽ ഈ കരാർ ഫ്രഞ്ചുകാരുമായി ഉണ്ടാക്കിയ കരാറിൻ്റെ ലംഘനമായിരുന്നു. തുടർന്ന് വാഴുന്നോരെ കോലത്തിരിയുടെ നായർപ്പട ആക്രമിക്കുകയും ഫ്രഞ്ചുകാർക്ക് മയ്യയിൽ നിന്നും പിൻവാങ്ങേണ്ടതായും വന്നു. മറ്റു സ്ഥലങ്ങളിലുണ്ടായ പോലെ ഇംഗ്ലീഷുകാരാൽ തുരത്തപ്പെടുകയായിരുന്നു മയ്യയിലും ഫ്രഞ്ചുകാർ. എന്നാൽ മയ്യയെ സംബന്ധിച്ചിടത്തോളം ഒരു കീഴടങ്ങലിന് ഫ്രഞ്ചുകാർ തയ്യാറായില്ല. അവർ 1725 വാഴുന്നോർക്കെതിരെ യുദ്ധം ചെയ്ത് മയ്യഴി കീഴടക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷുകാരുടെ കൈവശമുണ്ടായിരുന്ന തലശ്ശേരിയുടെ ഔട്ട് പോസ്റ്റുകളിൽ നിന്നും വളരെ അടുത്തായി നിലനിന്നിരുന്ന മയ്യയിലെ ഫ്രഞ്ചുകാർ ഇംഗ്ലീഷുകാർക്ക് പേടി സ്വപ്നമായിരുന്നു. അവർ ഫ്രഞ്ചുകാരുമായി സന്ധിയിലും കരാറിലും ഏർപ്പെട്ടു. അങ്ങനെ തലശ്ശേരിയിൽ ഇംഗ്ലീഷുകാരും മയ്യയിൽ ഫ്രഞ്ചുകാരും കച്ചവടം തുടർന്നു. ബിലാത്തികൾ അഥവാ വെള്ളക്കാർ എന്നറിയപ്പെട്ടിരുന്ന ബ്രിട്ടീഷുകാരുടെയും പരന്ത്രീസുകാർ എന്നറിയപ്പെട്ടിരുന്ന ഫ്രഞ്ചുകാരുടെയും മാതൃരാജ്യങ്ങളെ തമ്മിൽ വേർതിരിച്ചിരുന്ന ചാനൽ ആയിരുന്നു ഇംഗ്ലീഷ് ചാനൽ. അഥവാ യൂറോപ്പിൽ ഇംഗ്ലണ്ടിനെയും ഫ്രാൻസിനെയും വേർതിരിക്കുന്ന ചാനൽ ഇംഗ്ലീഷ് ചാനലും ഇവയെ വേർതിരിക്കുന്ന കടലിടുക്ക് ഡോവർ കടലിടുക്കുമായിരുന്നു. സമാനമായി ഇന്ത്യൻ മണ്ണിൽ കേരളത്തിൽ ഫ്രഞ്ച് അധീന പ്രദേശമായിരുന്ന മാഹിയെ ബ്രിട്ടീഷ് അധീന പ്രദേശങ്ങളിൽ നിന്നും വേർതിരിച്ചിരുന്ന പുഴയായിരുന്നു മയ്യഴി പുഴ. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഇംഗ്ലീഷ് ചാനൽ എന്ന് അറിയപ്പെട്ടിരുന്ന പുഴയാണ് മയ്യഴി പുഴ. ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും തമ്മിൽ ഇതേ സമയം കേരളത്തിൽ ആക്രമണ പ്രത്യാക്രമണങ്ങൾ സജീവമായി തുടരുന്ന കാലമായിരുന്നു. കുളച്ചിൽ യുദ്ധത്തിന് വഴിയൊരുങ്ങുന്ന ഈ കാലയളവിൽ 1740 ഫ്രഞ്ചുകാരുമായി മാർത്താണ്ഡവർമ്മ പുതിയ സൗഹൃദ ഉടമ്പടി ഉണ്ടാക്കി. അതോടെ കുളച്ചിൽ പ്രദേശത്ത് സ്വാധീനമുറപ്പിക്കാനും കുരുമുളക് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ തിരുവിതാംകൂറിൽ നിന്ന് വാങ്ങാനും ഫ്രഞ്ചുകാർക്ക് കഴിഞ്ഞു. ഫ്രഞ്ചുകാരുടെ സുഹൃത്തുക്കളായ കർണാട്ടിക് നവാബിൻ്റെ കീഴിലുള്ള ചന്ദാ സാഹിബിനെയും ബഡാ സാഹിബിനെയും തിരുവിതാംകൂർ ആക്രമണത്തിൽ നിന്നും പിന്തിരിപ്പിക്കാനും ഫ്രഞ്ചുകാർക്ക് കഴിഞ്ഞു. ഫ്രഞ്ചുകാർ തിരുവിതാംകൂർ രാജാവുമായും കർണാട്ടിക് നവാബുമാരായും നല്ല സൗഹൃദ ബന്ധം പുലർത്തുന്ന ഈ സമയത്താണ് ഫ്രഞ്ചുകാരെ ഞെട്ടിപ്പിച്ചുകൊണ്ട് മറാഠികൾ ആർക്കോട്ട് ആക്രമിച്ചതും ചാന്ദാ സാഹിബിനെ തടവിലാക്കിയതും. കർണാട്ടിക് രാഷ്ട്രീയം കലങ്ങിമറയുന്ന ഈ സമയത്താണ് ഫ്രഞ്ചുകാർക്ക് പുതിയ ഉണർവ് നൽകിക്കൊണ്ട് ഗവർണർ ആയി 1742 ഡ്യൂപ്പെ എത്തുന്നത്. ധീരനും സാഹസികനും തന്ത്രശാലിയുമായ ഡൂപ്പയുടെ വരവോടുകൂടി കേരളത്തിലെ ഇംഗ്ലീഷുകാർക്കും ഡച്ചുകാർക്കും ഒരുപോലെ തലവേദന സൃഷ്ടിക്കപ്പെട്ടു. ഡ്യൂപ്പയുടെ വരവോടുകൂടി ഇന്ത്യയിൽ, പ്രത്യേകിച്ച് തെക്കേ ഇന്ത്യയിൽ അഥവാ കർണാട്ടിക് പ്രദേശങ്ങളിൽ വ്യാപാര മത്സരങ്ങൾ ശക്തമാകാൻ പോകുന്നു എന്ന പ്രതീതിയുണ്ടായി. ഇതേ സമയമാണ് യൂറോപ്പിൽ രണ്ടു ചേരികളായി നടക്കുന്ന ആസ്ട്രിയൻ പിന്തുടർച്ചാവകാശ യുദ്ധത്തിന്റെ അലകൾ തെക്കേ ഇന്ത്യയിലെ കർണാട്ടിക് പ്രദേശങ്ങളിലും ശക്തിയാർജിക്കുന്നത്. കർണാട്ടിക് പ്രദേശങ്ങളിലെ രാഷ്ട്രീയ ബലാബലത്തെ തുടർന്ന് ഡെക്കാനിലെ നൈസാമിന്റെ സൈന്യം 1744 തൃശ്ശിനാപ്പള്ളിയിൽ എത്തി മറാഠികളെ ഓടിച്ചു.
ചാന്ദ സാഹിബിനെ തടവിലാക്കി മറാഠികൾ പിടിച്ചെടുത്തിരുന്ന കർണാട്ടിക് പ്രദേശത്ത് അൻവറുദ്ദീൻ പുതിയ നവാബായി. എന്നാൽ ശക്തരായ ഇംഗ്ലീഷുകാരുടെയും ഫ്രഞ്ചുകാരുടെയും മത്സരങ്ങളിൽ ഒരു കാഴ്ചക്കാരനെ പോലെ നോക്കി നിൽക്കാനേ അദ്ദേഹത്തിന് കഴിഞ്ഞുള്ളൂ. ഫ്രഞ്ചുകാരുടെ വളർച്ച തടയാൻ ഇംഗ്ലീഷുകാർ നടത്തുന്ന നടപടികളിൽ ഗവർണർ ഡ്യൂപ്പെ ക്ഷുഭിതനായി. ഫ്രഞ്ച് കപ്പലുകളെ ആക്രമിക്കുന്ന ഇംഗ്ലീഷുകാരെ നിലയ്ക്ക് നിർത്തണമെന്ന് ഡ്യൂപ്പെ നവാബ് അൻവറുദ്ദീനോട് ആവശ്യപ്പെട്ടു. എന്നാൽ അൻവറുദ്ദീൻ്റെ വാക്കുകൾ ഇംഗ്ലീഷുകാർ ചെവികൊണ്ടില്ല. ഈ തർക്കം അവസാനം എത്തിയത് ഫ്രഞ്ചുകാരുടെ മദ്രാസ് ഉപരോധത്തിലായിരുന്നു. ഈ സമയം ഇംഗ്ലീഷുകാരെ സഹായിക്കാൻ നവാബ് രംഗത്ത് എത്തി. മദ്രാസ് ഉപരോധം പിൻവലിക്കണമെന്ന് അദ്ദേഹത്തിൻ്റെ ആവശ്യം ഡ്യൂപ്പെ നിരാകരിച്ചു. ഈ കലുഷിതമായ അന്തരീക്ഷത്തിലേക്കാണ് കഴുകൻ്റെ കണ്ണുകളും കുറുക്കൻ്റെ കൗശലങ്ങളുമായിട്ട് റോബർട്ട് ക്ലൈവ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായിക്കൊണ്ട് ഇന്ത്യയിലേക്ക് എത്തുന്നത്. ബ്രിട്ടൻ്റെയും ഫ്രഞ്ചിൻ്റെയും സാമ്രാജ്യത്വ താൽപ്പര്യങ്ങളും യൂറോപ്പിൽ നടക്കുന്ന ആസ്ട്രിയൻ പിന്തുടർച്ചാവകാശ യുദ്ധങ്ങളും കൊണ്ടെത്തിച്ചത് ഇന്ത്യൻ മണ്ണിൽ ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിലടിക്കുന്നതിലേക്കാണ്. അങ്ങനെ കർണാട്ടിക് യുദ്ധ പരമ്പരകൾക്ക് തുടക്കം കുറിച്ചു. 1746 1748 കാലയളവിലാണ് ഒന്നാം കർണാട്ടിക് യുദ്ധം നടന്നത്. ഫ്രഞ്ചുകാർ നവാബിന്റെ സേനയെ പരാജയപ്പെടുത്തി. ഇതോടെ കർണാട്ടിക് പ്രദേശങ്ങളിലെ വൻ ശക്തിയായി ഫ്രഞ്ചുകാർ മാറി. പിന്നീട് ആസ്ട്രിയൻ യുദ്ധം യൂറോപ്പിൽ 1748 അവസാനിച്ചതിനെ തുടർന്ന് ഉണ്ടായ കരാറിന്റെ അടിസ്ഥാനത്തിലാണ് മദ്രാസ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഫ്രഞ്ചുകാർ വിട്ടുകൊടുത്തത്. 1748 ആക്സ്ല ഷാപ്പേൽ ഉടമ്പടിയാണ് ഒന്നാം കർണാട്ടിക് യുദ്ധം അവസാനിക്കാൻ കാരണമായത്. ഒന്നാം കർണാട്ടിക് യുദ്ധത്തിന്റെ ഫലമായി ഫ്രഞ്ചുകാർക്ക് തിരികെ ലഭിച്ച നോർത്ത് അമേരിക്കയിലെ പ്രദേശമാണ് ലൂയിസ്ബർഗ്. ഒന്നാം കർണാട്ടിക് യുദ്ധത്തോടെ ഇന്ത്യയിലെ ഫ്രഞ്ചുകാരുടെ വേരറുക്കാനുള്ള ശ്രമങ്ങൾ ഇംഗ്ലീഷുകാർ ആവിഷ്കരിച്ചു തുടങ്ങി. കർണാട്ടിക് പ്രദേശങ്ങൾ ഇതോടെ ഇംഗ്ലീഷുകാരുടെയും ഫ്രഞ്ചുകാരുടെയും പടനിലമായി മാറി. ഇത് പിന്നീട് 1749 മുതൽ 1754 വരെ നീണ്ടുനിൽക്കുന്ന രണ്ടാം കർണാട്ടിക് യുദ്ധമായി മാറി. രണ്ടാം കർണാട്ടിക് യുദ്ധത്തിന് കാരണമായത് ഹൈദരാബാദിലും കർണാടകത്തിലും ഉണ്ടായ പിന്തുടർച്ചാവകാശ തർക്കങ്ങളായിരുന്നു. ഹൈദരാബാദിലെ നൈസാം അന്തരിച്ചതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ മകൻ നാസിർ ജംഗ് പുതിയ നൈസാം ആയി. എന്നാൽ മുൻ നൈസാം അസഫ് ഷായുടെ പൗത്രനായ മുസാഫിർ ജംഗ് ഇതിനെ ചോദ്യം ചെയ്തു. മുഗൾ ചക്രവർത്തി തന്നെയാണ് നൈസാം ആയി അംഗീകരിച്ചതെന്ന് മുസാഫിർ ജംഗ് അവകാശപ്പെട്ടു. ഇതിനിടയിൽ മറാഠികളുടെ ബന്ധനത്തിൽ നിന്നും വിമോചിതനായ ചന്ദ സാഹിബ് കർണാട്ടിക് നവാബിന്റെ സ്ഥാനത്തേക്ക് അവകാശം ഉന്നയിച്ചു. സൂത്രശാലിയായ ഡ്യൂപ്പെ മുസാഫിർ ജംഗിനെയും ചന്ദ സാഹിബിനെയും പിന്തുണയ്ക്കാൻ തീരുമാനിച്ചു. ഫ്രഞ്ചുകാരുടെ സഹായത്തോടെ മുസാഫിർ ജംഗിന്റെയും ചാന്ദ സാഹിബിന്റെയും സൈന്യം കർണാട്ടിക് നവാബ് അൻവറുദ്ദീനെ കീഴടക്കി വധിച്ചു. ഈ സമയം ഫ്രഞ്ച് സൈന്യം അദ്ദേഹത്തെ പിന്തുടർന്ന് അവിടെ എത്തി. ഇംഗ്ലീഷുകാർ മുഹമ്മദ് അലിയെ സഹായിക്കാൻ തീരുമാനിച്ചു. കുറച്ചുകൂടെ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ ഇംഗ്ലീഷുകാർ കർണാടകത്തിൽ അൻവറുദ്ദീന്റെ മകൻ മുഹമ്മദ് അലിയെയും ഹൈദരാബാദിൽ നാസിർ ജംഗിനെയും പിന്തുണച്ചു. എന്നാൽ ഫ്രഞ്ചുകാർ പിന്തുണ നൽകിയത് ഹൈദരാബാദിൽ മുസാഫിർ ജംഗിനും കർണാടകത്തിൽ ചന്ദ സാഹിബിനുമായിരുന്നു. ഇംഗ്ലീഷുകാർ പിന്തുണയ്ക്കുന്ന മുഹമ്മദ് അലിയുടെ പിതാവ് അൻവറുദ്ദീനെ വധിച്ചത് ഫ്രഞ്ചുകാർ പിന്തുണ നൽകുന്ന മുസാഫിർ ജംഗും ചാന്ദ സാഹിബുമായിരുന്നു. അങ്ങനെയിരിക്കെ ഹൈദരാബാദ് നൈസാമായിരുന്ന നാസിർ ജംഗിനോട് ബ്രിട്ടീഷുകാർ കർണാടകയിലെത്തി ശത്രുക്കളെ നേരിടാൻ അഭ്യർത്ഥിച്ചു. കർണാടകയിലെത്തിയ ഉടനെ ഹൈദരാബാദ് നൈസാം കൊല്ലപ്പെട്ടു. ഇതേ തുടർന്ന് ഫ്രഞ്ചുകാരുടെ സഹായത്തോടെ മുസാഫിർ ജംഗ് ഡെക്കാനിലെ അഥവാ ഹൈദരാബാദിലെ നൈസാമായി. ഇതിനുശേഷം പോണ്ടിച്ചേരിക്ക് സമീപത്തുള്ള പ്രദേശങ്ങളും ഒറീസ തീരത്തെ മച്ചുലി ഫ്രഞ്ചുകാർക്ക് ലഭിച്ചു. ഫ്രഞ്ച് സൈന്യം ഹൈദരാബാദിൽ സുരക്ഷിതത്വം ഉറപ്പാക്കി. അധികം താമസിയാതെ ചാന്ദ സാഹിബ് കർണാടകത്തിലെ നവാബുമായി. അങ്ങനെ ഫ്രഞ്ചുകാർ പിന്തുണ നൽകിയ മുസാഫിർ ജംഗ് ഹൈദരാബാദിലെ നൈസാമും ചാന്ദ സാഹിബ് കർണാടകത്തിലെ നവാബുമായി. ഇതോടെ കർണാട്ടിക് പ്രദേശങ്ങളിലെ സ്വാധീനം ഫ്രഞ്ചുകാർക്കായി. ഇതിനെതിരെ ഇംഗ്ലീഷുകാർ കരുനീക്കം തുടങ്ങി. ഡ്യൂപ്പെ ഡെക്കാൻ കാര്യങ്ങളിൽ വ്യാപൃതനായി കഴിഞ്ഞ സമയത്ത് ഇംഗ്ലീഷുകാർ പ്രത്യാക്രമണത്തിന് തയ്യാറെടുക്കുകയായിരുന്നു. ഈ പശ്ചാത്തലമാണ് രണ്ടാം കർണാട്ടിക് യുദ്ധത്തിലേക്ക് വഴിതിരിച്ചത്. 1751 റോബർട്ട് ക്ലൈവിന്റെ നേതൃത്വത്തിലുള്ള ഇംഗ്ലീഷ് സൈന്യം കർണാട്ടിക് നവാബായ ചാന്ദ സാഹിബിന്റെ ആർക്കോട്ട് ആക്രമിച്ചു. ഇതിലൂടെ ഫ്രഞ്ചുകാരുടെ കയ്യിൽ നിന്നും ആർക്കോട്ട് റോബർട്ട് ക്ലൈവ് കൈവശപ്പെടുത്തി. ബ്രിട്ടീഷുകാരുടെ തെക്കൻ ആസ്ഥാനമായ മദ്രാസിൽ നിന്നും റോബർട്ട് ക്ലൈവിന് കൂടുതൽ സഹായങ്ങൾ ലഭിച്ചു. ഗത്യന്തരമില്ലാതെ ഓടിപ്പോയ ചാന്ദ സാഹിബ് തഞ്ചാവൂരിൽ അഭയം പ്രാപിച്ചു. അവിടെ വെച്ച് അദ്ദേഹം കൊല്ലപ്പെടുകയും ചെയ്തു. തുടർന്ന് 1753 ഇംഗ്ലീഷുകാരുടെ പിന്തുണയുണ്ടായിരുന്ന മുഹമ്മദ് അലി കർണാടകയിലെ നവാബായതോടുകൂടി ഫ്രഞ്ചുകാരുടെ കഷ്ടകാലം തുടങ്ങി.
തന്ത്രങ്ങൾ പാളിയതോടെ ക്ഷുഭിതരായ ഫ്രഞ്ച് ഭരണാധികാരികൾ ഡ്യൂപ്പയെ തിരിച്ചു വിളിക്കാൻ തീരുമാനിച്ചു. പിൻഗാമിയായി എത്തിയ ഗൊതേഹ്യ ഇംഗ്ലീഷുകാരുമായി സന്ധി ഉണ്ടാക്കി. അങ്ങനെ 1754 പോണ്ടിച്ചേരി ഉടമ്പടിയിലൂടെയാണ് രണ്ടാം കർണാട്ടിക് യുദ്ധം അവസാനിച്ചത്. അങ്ങനെ രണ്ടാം കർണാട്ടിക് യുദ്ധം ബ്രിട്ടീഷുകാർക്ക് വഴിത്തിരിവായി. ഇന്ത്യയിൽ വേരുറക്കുന്നതിൻ്റെയും അവസാനം ഒരു സാമ്രാജ്യം തന്നെ ഇന്ത്യയിൽ കെട്ടിപ്പടുക്കുന്നതിൻ്റെയും മുന്നോടിയായിരുന്നു ഈ കർണാട്ടിക് യുദ്ധത്തിലെ വിജയം. ഇന്ത്യയിൽ ഒരു ഫ്രഞ്ച് സാമ്രാജ്യം കെട്ടിപ്പടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി വന്ന ഡ്യൂപ്പയെ രണ്ടാം കർണാട്ടിക് യുദ്ധത്തിലെ പരാജയത്തെ തുടർന്ന് ലൂയി 15 തിരിച്ചു വിളിച്ചു. 1754 ഒക്ടോബറിലാണ് ദുഃഖിതനും അപമാനിതനുമായി ഡ്യൂപ്പെ ഫ്രാൻസിലേക്ക് കപ്പൽ കയറിയത്. ഡ്യൂപ്പയുടെ തിരിച്ചുപോക്കോടെ അന്തരീക്ഷമൊന്ന് തണുത്തെങ്കിലും ഇന്ത്യയിലും യൂറോപ്പിലും വീണ്ടും ഘോരയുദ്ധങ്ങളുടെ കാലമായിരുന്നു വന്നത്. 1756 യൂറോപ്പിൽ ഫ്രാൻസും ഇംഗ്ലണ്ടും രണ്ടു ചേരികളായി തിരിഞ്ഞ് സപ്തവത്സര യുദ്ധം ആരംഭിച്ചു. യൂറോപ്പിന് പുറത്ത് കോളനികളും കച്ചവട കേന്ദ്രങ്ങളും സ്ഥാപിക്കുന്നതിന് മേധാവിത്വം ലഭിക്കാൻ വേണ്ടി നടത്തുന്ന മത്സരങ്ങളുടെ പൊട്ടിത്തെറി കൂടിയായിരുന്നു സപ്തവത്സര യുദ്ധം. ആസ്ട്രിയൻ ചക്രവർത്തി മരിയ തെരേസയ്ക്ക് പ്രവിശ്യയിലെ രാജാവ് ഫെഡറിക് രണ്ടാമനോടുള്ള പകയാണ് യുദ്ധത്തിൻ്റെ പ്രധാന കാരണം. ഒരു തരത്തിൽ പറഞ്ഞാൽ മുമ്പ് നടന്നിരുന്ന ആസ്ട്രിയൻ പിന്തുടർച്ചാവകാശ യുദ്ധത്തിൻ്റെ തുടർച്ചയായിരുന്നു ഈ യുദ്ധം. ആ യുദ്ധത്തിൽ ഇംഗ്ലണ്ട് ആസ്ട്രിയയെയും ഫ്രാൻസ് പ്രഷ്യയെയുമാണ് സഹായിച്ചതെങ്കിൽ ഇപ്പോൾ നേരെ തിരിച്ചാണ് സംഭവങ്ങൾ. സപ്തവത്സര യുദ്ധം യൂറോപ്പിൽ തുടങ്ങിയ 1756 അവകാശ തർക്കവും ആഭ്യന്തര കലഹവും കൊണ്ട് കലുഷിതമായ ബംഗാളിൽ സിറാജ് ഉദ് ദൗള നവാബായത്. സിറാജ് ഉദ് ദൗളയ്ക്ക് ബ്രിട്ടീഷുകാരെക്കാൾ കൂടുതൽ അടുപ്പം ഫ്രഞ്ചുകാരോടായിരുന്നു. അതുകൊണ്ട് തന്നെ ചാന്ദ്രനഗർ ബംഗാളിലെ പ്രധാന ഫ്രഞ്ച് കച്ചവട കേന്ദ്രമായി വികസിച്ചു വന്നിരുന്നു. യൂറോപ്പിലെ സപ്തവത്സര യുദ്ധ വാർത്ത അറിഞ്ഞ ഉടനെ റോബർട്ട് ക്ലബ് ചാന്ദ്രനഗർ പിടിച്ചെടുക്കാൻ പദ്ധതിയിട്ടു. ഇക്കാലയളവിൽ കൽക്കട്ടയിൽ ഇംഗ്ലീഷുകാർ കോട്ട നിർമ്മിക്കാൻ തുടങ്ങിയത് സിറാജ് ഉദ് ദൗളയെ ചൊടിപ്പിക്കുകയും ചെയ്തു. സിറാജ് ഉദ് ദൗള ബ്രിട്ടീഷുകാരുടെ ഈ പദ്ധതികൾക്ക് വിലങ്ങിട്ടു. ഇതിൻ്റെ ബാക്കി പത്രമെന്നോണമാണ് 1757 പ്ലാസി യുദ്ധം. ബംഗാളിലെ ചാന്ദ്രനഗർ പോലുള്ള ഫ്രഞ്ച് കേന്ദ്രങ്ങളെ ഇംഗ്ലീഷുകാർ പിടിച്ചെടുക്കുന്നത് ഫ്രാൻസ് ഭരണാധികാരികളെ ക്ഷുഭിതരാക്കി. ചാന്ദ്രനഗർ പിടിച്ചെടുത്ത വാർത്ത എത്തിയ ഉടൻ ഇന്ത്യയിലെ യുദ്ധകാര്യങ്ങൾ നിയന്ത്രിക്കുവാൻ കൗണ്ട് ഡി ലാലിയുടെ നേതൃത്വത്തിലുള്ള നാവികപ്പടയെ ഫ്രഞ്ച് സർക്കാർ ഇന്ത്യയിലേക്ക് അയച്ചു. അത് മൂന്നാം കർണാട്ടിക് യുദ്ധത്തിന് വഴിതെളിച്ചു. 1758 ലാലി പോണ്ടിച്ചേരിയിൽ എത്തിയത്. ഇതേ 1758 തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന മാർത്താണ്ഡവർമ്മ മരിക്കുന്നതും മൂന്നാം കർണാട്ടിക് യുദ്ധം ആരംഭിക്കുന്നതും. 1758 മുതൽ 1763 വരെയാണ് മൂന്നാം കർണാട്ടിക് യുദ്ധത്തിൻ്റെ കാലഘട്ടം. യുദ്ധത്തിലെ ആദ്യ വിജയം ലാലിക്ക് നേടാൻ കഴിഞ്ഞു. ഇംഗ്ലീഷുകാരുടെ സൈന്യം കൂടുതലും ബംഗാളിലായിരുന്നു. പ്ലാസി യുദ്ധം കഴിഞ്ഞ് അവർ കർണാട്ടിക് പ്രദേശത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ഫ്രഞ്ചുകാർ ഇവിടെ ആദ്യ വിജയക്കൊടികൾ നാട്ടിയിരുന്നു. മലബാർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ബ്രിട്ടീഷുകാർക്ക് ഭീതി സൃഷ്ടിച്ചുകൊണ്ട് ഫ്രഞ്ചുകാരുടെ യുദ്ധപ്രകടനം നടന്നു. ഫ്രഞ്ചുകാരുടെ ബംഗാളിലെ ചാന്ദ്രനഗറിലെ കച്ചവട കേന്ദ്രം ബ്രിട്ടീഷുകാർ പിടിച്ചടക്കിയതിനെ തുടർന്നാണ് ലാലി ഇന്ത്യയിലെത്തിയത്. ഈ സമയം ഫ്രഞ്ച് ആസ്ഥാനം പോണ്ടിച്ചേരിയിൽ ആയതുകൊണ്ടാവാം അദ്ദേഹം പോണ്ടിച്ചേരിയിൽ നിന്നു തന്നെ യുദ്ധം ആരംഭിക്കാമെന്ന് കണക്കുകൂട്ടിയത്. യുദ്ധത്തിന്റെ ആരംഭഘട്ടത്തിൽ തമിഴ്നാട്ടിലെ വാണ്ടിവാശിലുള്ള ഒരു കോട്ട പിടിച്ചടക്കാൻ അദ്ദേഹം ശ്രമിച്ചു. ഇത് ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നതിലേക്ക് വഴിതെളിക്കുകയും അങ്ങനെ 1760 വാണ്ടിവാഷ് യുദ്ധം സംഭവിക്കുകയും ചെയ്തു. ഫ്രഞ്ചുകാരെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധം ഒരു പരാജയമായിരുന്നു. ഇന്ത്യയിൽ ഫ്രഞ്ച് പതനത്തിന് കാരണമായ യുദ്ധമാണ് വാണ്ടിവാഷ് യുദ്ധം. വാണ്ടിവാഷിലെ ബ്രിട്ടീഷ് കോട്ട പിടിച്ചടക്കുന്നതിൽ നിന്നും ലാലിയെ തടഞ്ഞത് ബ്രിട്ടീഷ് ലഫ്റ്റനന്റ് ജനറലായ സർ ഐർക്യൂട്ടിന്റെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് സേനയായിരുന്നു. ലാലിക്കേറ്റ തന്ത്രപരമായ പാളിച്ചകളും ബ്രിട്ടീഷുകാരുടെ പക്കലുണ്ടായിരുന്ന അനിയന്ത്രിതമായ സാമ്പത്തിക സ്രോതസ്സുകളുമാണ് ബ്രിട്ടീഷുകാരെ ഈ വിജയത്തിലേക്ക് എത്തിച്ചത്. ഇതോടൊപ്പം ബംഗാളിൽ നിലയുറപ്പിച്ചിരുന്ന ബ്രിട്ടീഷ് സൈന്യം എത്രയും പെട്ടെന്ന് പോണ്ടിച്ചേരിയിലെത്തുകയും പോണ്ടിച്ചേരിയും മാഹിയും പിടിച്ചെടുക്കുകയും ചെയ്തു. 1761 ഈ പ്രദേശങ്ങൾ ബ്രിട്ടീഷുകാരുടെ അധീനതയിലായത്. 1763 ഫ്രഞ്ചുകാർക്ക് തോൽവി സമ്മാനിച്ചുകൊണ്ടായിരുന്നു മൂന്നാം കർണാട്ടിക് യുദ്ധം അവസാനിച്ചത്. അങ്ങനെ മൂന്നാം കർണാട്ടിക് യുദ്ധത്തിൽ പരാജയപ്പെട്ട ഫ്രഞ്ച് ഗവർണറായി കൗണ്ട് ഡി ലാലി അറിയപ്പെട്ടു. 1763 പാരീസ് ഉടമ്പടിയിലൂടെയാണ് മൂന്നാം കർണാട്ടിക് യുദ്ധം അവസാനിപ്പിച്ചത്. ഇതേ വർഷം തന്നെയായിരുന്നു സപ്തവത്സര യുദ്ധവും യൂറോപ്പിൽ അവസാനിച്ചത്. പാരീസ് ഉടമ്പടിയെ തുടർന്ന് പുതുശ്ശേരിയും മാഹിയുമെല്ലാം ഫ്രഞ്ചുകാർക്ക് തിരിച്ചു കിട്ടിയെങ്കിലും ഇന്ത്യയിൽ ഒരു സാമ്രാജ്യം സ്ഥാപിക്കുവാനുള്ള അവരുടെ മോഹം അതോടുകൂടി പൊലിഞ്ഞുപോയി. ഈ യുദ്ധങ്ങൾക്കിടയിലായിരുന്നു ഇംഗ്ലണ്ടിലെ രാജാവ് ജോർജ് രണ്ടാമന്റെ മരണം. തുടർന്ന് ഇംഗ്ലണ്ടിൽ രാജാവായത് ജോർജ് മൂന്നാമനായിരുന്നു.
1765 പോണ്ടിച്ചേരി ഫ്രാൻസിന് തിരികെ ലഭിക്കുകയും ഗവർണറായിരുന്ന ജീൻ ലോ ഡി ലൗറിസ്റ്റൺ 200 യൂറോപ്യൻ ഭവനങ്ങളും 2000 തമിഴ് ഭവനങ്ങളും നിർമ്മിച്ചു. 1769 സാമ്പത്തിക പരാധീനത കാരണം ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ ഫ്രഞ്ച് ഗവൺമെന്റ് ഏറ്റെടുത്തു. മൂന്നാം കർണാട്ടിക് യുദ്ധത്തോടെ ഫ്രാൻസ് ഭരണവ്യവസ്ഥകളിൽ നിന്നും മാറി നിന്നെങ്കിലും അവർ കച്ചവടത്തിനായി ഇന്ത്യയിൽ തന്നെ നിലയുറപ്പിച്ചു. ഫ്രാൻസിന് ആധിപത്യമുണ്ടായിരുന്ന സ്ഥലങ്ങളിൽ ഫ്രാൻസും ബ്രിട്ടനും യുദ്ധത്തിന്റെയും സമാധാന കരാറിന്റെയും അടിസ്ഥാനത്തിൽ മാറി മാറി ഭരിക്കുകയുണ്ടായി. 1947 സ്വാതന്ത്ര്യം ലഭിച്ചതോടെ ഇംഗ്ലീഷുകാർ പോയെങ്കിലും മാഹിയിലെ ഫ്രഞ്ച് അധിനിവേശം അവസാനിപ്പിക്കാൻ വീണ്ടും ഒരുപാട് വർഷങ്ങൾ എടുക്കേണ്ടതായി വന്നു. മാഹി അല്ലെങ്കിൽ മയ്യഴി വിമോചനത്തിന്റെ നാൾവഴികളെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ 1934 ജനുവരി 13 ഗാന്ധിജി മയ്യയിൽ എത്തുന്നത്. ഹരിജനോദ്ധാരണ പ്രവർത്തനങ്ങൾക്കുള്ള ഫണ്ട് സ്വരൂപിക്കാൻ വന്ന വേളയിലാണ് ഈ സന്ദർശനമുണ്ടായിരുന്നത്. മയ്യയിലെ പുത്തലം കാവിൽ ഗാന്ധിജിക്ക് പൗരസ്വീകരണം സംഘടിപ്പിക്കപ്പെട്ടു. സ്വീകരണത്തിൽ സംസാരിക്കവേ ഗാന്ധിജി ഇങ്ങനെ പറഞ്ഞു: ബ്രിട്ടീഷ് ഇന്ത്യയെന്നും ഫ്രഞ്ച് ഇന്ത്യയെന്നും പോർച്ചുഗീസ് ഇന്ത്യയെന്നുമുള്ള വേർതിരിവ് എനിക്കില്ല. ഇതെല്ലാം ഒരു രാജ്യമാണ്. നിങ്ങളുടെ സിരകളിൽ ഒഴുകുന്ന ചോര തന്നെയാണ് എൻ്റെയും സിരകളിലുള്ളത്. കാലാവസ്ഥയും ആചാരങ്ങളും വ്യത്യസ്തമായിരിക്കാം. പോലീസിൻ്റെ തൊപ്പിയുടെ നിറവും സ്കൂളിൽ പഠിക്കുന്ന ഭാഷയും മാറിയിരിക്കാം. എന്നാൽ നിങ്ങളും ബ്രിട്ടീഷ് ഇന്ത്യയിലെ ജനങ്ങളും തമ്മിൽ വ്യത്യസ്തരല്ല. ഇന്ത്യ ഒട്ടുക്കും ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായിരുന്ന സമയത്ത് മാഹിക്ക് മാഹിയുടേതായ ചില പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ പ്രശ്നങ്ങൾ ഒന്നും തന്നെ മാഹിയിലെ ശാന്തമായ ജനജീവിതത്തെ ബാധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷ് വിരുദ്ധ കൃതികളും ലഘുലേഖകളും നോട്ടീസുകളും മറ്റും ഇവിടെ നിന്നാണ് പ്രിന്റ് ചെയ്തിരുന്നത്. അതുപോലെ മലബാറിലെ സ്വാതന്ത്ര്യ സമര സേനാനികൾ അറസ്റ്റ് ഭയന്ന് ഒളിവിൽ താമസിച്ചതും ഇവിടെയായിരുന്നു. അതേസമയം മാഹിക്കാർ ദേശീയ പ്രസ്ഥാനത്തിലും കോൺഗ്രസ് പ്രവർത്തനങ്ങളിലും ആകൃഷ്ടരായി. നാടും നഗരവുമൊക്കെ വൈദേശികാധിപത്യ വിരുദ്ധ പ്രകടനങ്ങളാൽ മുഖരിതമായി. 1937 പോണ്ടിച്ചേരിയിൽ സ്ഥാപിതമായ മഹാജനസഭയുടെ പ്രവർത്തനങ്ങൾ 1938 മാഹിയിലേക്കും വ്യാപിപ്പിക്കപ്പെട്ടു. ഫ്രഞ്ച് ഇന്ത്യയുടെ മുഴുവൻ പ്രദേശങ്ങളുടെയും വിമോചനത്തിനായി പ്രവർത്തിച്ചിരുന്ന ഫ്രഞ്ച് ഇന്ത്യൻ കോൺഗ്രസുമായി മഹാജനസഭ സഹകരിച്ചു പ്രവർത്തിച്ചിരുന്നു. 1947 ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോയെങ്കിലും ഫ്രഞ്ചുകാർ അങ്ങനെ ചെയ്യാതിരുന്നത് മാഹി ഉൾപ്പെടെയുള്ള ഫ്രഞ്ച് അധീന പ്രദേശങ്ങളിൽ ജനങ്ങളെ അസ്വസ്ഥരാക്കി. ഇന്ത്യ ഗവൺമെൻറ്റും ഫ്രഞ്ച് ഗവൺമെൻറ്റും തമ്മിൽ നടത്തിയ കൂടിയാലോചനയുടെ ഫലമായി ഫ്രഞ്ച് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെ ജനഹിത പരിശോധനയ്ക്ക് വിധേയമാക്കാൻ തീരുമാനിക്കപ്പെട്ടു. അതനുസരിച്ച് 1948 ഒക്ടോബറിൽ ഫ്രഞ്ച് ഇന്ത്യയിലൊട്ടാകെ നഗരസഭാ തെരഞ്ഞെടുപ്പുകൾ നടത്താനും തീരുമാനമായി. മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ മയ്യയിലെ ജനങ്ങൾ വലിയ താൽപ്പര്യം കാണിച്ചില്ലെങ്കിലും ഫ്രഞ്ച് അനുകൂലികളായ രാഷ്ട്രീയക്കാരും ഭരണാധികാരികളും ചേർന്നുകൊണ്ട് തിരഞ്ഞെടുപ്പിൽ കൃത്രിമം കാണിച്ചതായി ആരോപണമുയർന്നു. തിരിച്ചറിയൽ കാർഡുകൾ ഇഷ്യൂ ചെയ്യുന്നതിൽ പക്ഷപാതം കാട്ടുന്നതായും പരാതിയുണ്ടായി. ഒക്ടോബർ 21 മഹാജനസഭാ പ്രവർത്തകർ പരാതിക്കെട്ടുകളുമായി അഡ്മിനിസ്ട്രേറ്ററുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. അദ്ദേഹത്തിൽ നിന്നും അനുകൂലമായ നിലപാടുകളൊന്നും കാണാത്തതുകൊണ്ട് തന്നെ പ്രതിഷേധക്കാർ നേരെ മേയറുടെ ഓഫീസിലേക്ക് തിരിച്ചു. എന്നാൽ അദ്ദേഹവും തൻ്റെ നിസ്സഹായത അറിയിച്ചപ്പോൾ അവർ തിരിച്ചുവന്ന് അഡ്മിനിസ്ട്രേറ്ററുടെ ഓഫീസിന് തീവെക്കുകയും പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുകയും ചെയ്തു. പിറ്റേ ദിവസം, അതായത് ഒക്ടോബർ 22 മയ്യഴി വിമോചന സമര നായകനായ IK കുമാരൻ മാസ്റ്ററുടെ നേതൃത്വത്തിൽ ഒരു സംഘം സഭാപ്രവർത്തകർ അഡ്മിനിസ്ട്രേറ്ററുടെ ഓഫീസിലെ ഫ്രഞ്ച് പതാകയ്ക്ക് പകരം ത്രിവർണ പതാക ഉയർത്തി. മാത്രവുമല്ല, ഫ്രഞ്ച് ഭരണം അവസാനിച്ചതായും മയ്യഴിയുടെ ഭരണം ഉടനെ ഏറ്റെടുക്കണമെന്നും ആവശ്യപ്പെടുന്ന ഒരു ടെലിഗ്രാം ഇന്ത്യ ഗവൺമെന്റിനും അതിൻ്റെ കോൺഗ്രസ് പ്രസിഡന്റിനും അയക്കുകയും ചെയ്തു. തുടർന്ന് മയ്യഴിയുടെ ഭരണം IK കുമാരൻ മാസ്റ്ററുടെ നേതൃത്വത്തിലുള്ള ഒരു ഡിഫൻസ് കൗൺസിൽ ഏറ്റെടുത്തു. സംഭവ വികാസങ്ങൾ അറിഞ്ഞയുടനെ ഒക്ടോബർ 25 ഒരു ഫ്രഞ്ച് നിരീക്ഷണ കപ്പൽ സ്ഥലത്തെത്തി. അവർ അഡ്മിനിസ്ട്രേറ്ററുടെ ഓഫീസിലെ ഇന്ത്യൻ പതാക മാറ്റി പകരം ഫ്രഞ്ച് പതാക ഉയർത്തി. പ്രതികാര നടപടികൾ ഭയന്ന് സഭാപ്രവർത്തകർ ഇന്ത്യൻ യൂണിയൻ പ്രദേശങ്ങളിലേക്ക് നീങ്ങി. അവർ വിചാരിച്ചതുപോലെ ഫ്രഞ്ച് ഗവൺമെന്റിൽ നിന്നും പ്രതികാര നടപടികൾ ഉണ്ടാവുകയും ചെയ്തു. വേട്ടയാടലുകളെ തുടർന്ന് മഹാജനസഭ നേതാക്കൾ അടിയന്തര യോഗം ചേർന്ന് അധിനിവേശ വിരുദ്ധ സമരം ഊർജിതമാക്കാൻ തീരുമാനിച്ചു. IK കുമാരനോടൊപ്പവും മംഗലാട്ട് രാഘവനോടൊപ്പവും ജനങ്ങൾ അണിചേർന്നു. ഗത്യന്തരമില്ലാതെ ഫ്രഞ്ച് ഭരണകൂടം ചർച്ചകൾക്ക് സന്നദ്ധമാവുകയും 1954 ജൂലൈ 16 ഭരണം മഹാജനസഭയ്ക്ക് ഏൽപ്പിച്ചുകൊണ്ട് പതുക്കെ രംഗം വിടുകയും ചെയ്തു. മയ്യഴി ഗാന്ധി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന IK കുമാരൻ മാസ്റ്റർ സ്വതന്ത്ര മാഹിയുടെ പ്രഥമ അഡ്മിനിസ്ട്രേറ്ററായി. ഇതോടെ ഫ്രഞ്ച് ഇന്ത്യ സ്വതന്ത്ര ഇന്ത്യയുടെ ഭാഗമായി മാറിക്കഴിഞ്ഞു.